ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ സ്പീഡ് കുറവ് തോന്നുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല ചില ഫോണുകൾ ഹാങ് ആവുന്നതും കാണാം. എന്നാൽ ചെറിയ ചില പൊടിക്കൈകൾ കൊണ്ട് ഫോണിന്റെ സ്പീഡ് കൂട്ടാൻ കഴിയും. ആർക്കും ചെയ്യാവുന്ന സിമ്പിൾ ടിപ്സ് മുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ വൈറലായ ചില ഡെവലപ്പർ ടിപ്സുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഫോൺ റീസ്റ്റാർട്ട് ടെക്നീഷ്യന്മാർ മുതൽ സാധാരണക്കാർ വരെ പരീക്ഷിക്കുന്ന ഏറ്റവും എളുപ്പ വഴി ഇതാണ്. വല്ലാതെ ഹാങ് ആവുന്ന ഫോണിനെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോറേജ് സ്പേസിന്റെ കുറവ് ഫോണിനെ മന്ദഗതിയിലാക്കാം. ഉപയോഗിക്കാത്ത ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ഫോട്ടോകളും വീഡിയോകളും പോലുള്ള അനാവശ്യ ഫയലുകൾ ഇല്ലാതാക്കുകയും ചെയ്യുക. വലിയ ഫയലുകൾ തിരിച്ചറിയാനും നീക്കം ചെയ്യാനും ഒരു സ്റ്റോറേജ് മാനേജ്മെന്റ് ആപ്പും ഉപയോഗിക്കാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ പതിപ്പിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുക. സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ പലപ്പോഴും പ്രകടനത്തിന്റെ മെച്ചപ്പെടലുകളും ബഗ്ഗുകളും ഒഴിവാക്കുന്നതും ഉൾപ്പെടുന്നു. ഉപയോഗിക്കാത്ത ആപ്പുകൾ പ്രവർത്തനരഹിതമാക്കുക. ഉപയോഗിക്കാത്തപ്പോൾ പോലും പല ആപ്പുകളും ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നു. ഇത് ബാറ്ററി കുറയുന്നതിനൊപ്പം ഫോണിന്റെ വേഗം കുറയ്ക്കും. പതിവായി ഉപയോഗിക്കാത്ത ആപ്പുകൾ പ്രവർത്തനരഹിതമാക്കുക അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പുകളുടെ ലൈറ്റ് വേർഷൻ യൂസ് ചെയ്യുക. കുറച്ച് സ്റ്റോറേജ് സ്പേസും റാമും ഉപയോഗിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജനപ്രിയ ആപ്പുകളുടെ ലൈറ്റ് പതിപ്പുകളുണ്ട്. ചെറിയ സ്റ്റോറേജ് ഉള്ള ഫോണുകൾക്ക് ലൈറ്റ് വേർഷൻ ആയിരിക്കും ഉചിതം. ഡെവലപ്പർ ഓപ്ഷനിൽ ആനിമേഷനുകൾ നിയന്ത്രിക്കാം. ഡെവലപ്പർ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാൻ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി ഡെവലപ്പർ ഓപ്ഷനിൽ നിന്നും ആനിമേഷൻ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിനൊപ്പം തന്നെ വിൻഡോ ആനിമേഷൻ സ്കെയിലും ടൈമിങ്ങും ക്രമീകരിക്കാം. ഇതെല്ലാം പരീക്ഷിച്ചിട്ടും ഫോൺ മന്ദഗതിയിലാണെങ്കിൽ ഫാക്ടറി റീസെറ്റ് പരിഗണിക്കാം. ഇതിനു മുന്നേ ആവശ്യമായ എല്ലാ ഫോട്ടോസും വീഡിയോസും കോണ്ടാക്ട്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഡാറ്റയും ബാക്കപ്പ് ചെയ്തുവെന്ന് ഉറപ്പാക്കുക. ചില സാഹചര്യങ്ങളിൽ ഫോണിനെ അതിന്റെ യഥാർത്ഥ വേഗതയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം ഫാക്ടറി റീസെറ്റ് ആയിരിക്കാം.